ഇവിടെ നമ്മള് കുടുംബത്തിലെ പരിശുദ്ധാത്മ ഇപ്പോ ജെന്നി നമ്മളോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ വളരെ ഭംഗിയായി സ്വന്തം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളെ നയിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ വസിക്കുന്ന ആത്മാവാണ്. കുടുംബം വ്യക്തികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് സാഘോഷം വസിക്കുന്ന ഇടമാണ് കുടുംബം. കുടുംബത്തെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടം, പരിശുദ്ധാത്മാവിൻ്റെ വിളനിലം, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകുന്ന ഇടം എന്നൊക്കെയുള്ള രീതിയിൽ കുടുംബത്തെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മള് അപ്പസ്തോല പ്രവർത്തനത്തില് നമ്മള് കാണുന്നുണ്ടല്ലോ, പത്രോസ് കൊർണേലിയസിന്റെ വീട്ടിലേക്ക് പോകുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കൊർണേലിയസിന്റെ വീട്ടിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് തന്നെ പത്രോസിനോട് ആവശ്യപ്പെട്ട് വളരെ പത്രോസിന് കുറെ സംശയമൊക്കെ ഉണ്ടായി. അവിടെ ഒരു ദർശനമൊക്കെ കാണിച്ചു കൊടുത്ത് ഒരുക്കി വിടുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തില് വളരെ ഭംഗിയായ ഒരു സംഗതി. അപ്പോ ഒരുക്കി ദർശനത്തില് കൊടുത്തിട്ട് നീ ധൈര്യമായിട്ട് പോയിക്കോ, അവര് വന്നിട്ടുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു വിട്ടതാണ്. അത് ഒരു വിജാതീയ കുടുംബമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദിമ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ, ആദിമ സഭയിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ അവരും ഞങ്ങളും എന്നുള്ളൊരു വിഷയമായിരുന്നു. ഈ നമ്മളും അവരും, ഈ നമ്മളാരാ? നമ്മള് യഹൂദ വിശ്വാസികളായ അബ്രഹാമിൻ്റെ ആ ഉടമ്പടിയിൽ പങ്കുകാരായ, പരിച്ഛേദനം സ്വീകരിച്ചിട്ടുള്ളവരായ, മോശയുടെ നിയമങ്ങൾ പാലിച്ചിട്ടുള്ളവരായ ആ ഒരു തുടർച്ചയുള്ള ആ ഗണം ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. വളരെ രസകരമായ ഒരു ഭാഗമാണ്. പുരോഹിതരും വിശ്വസിച്ചു എന്നൊരു പ്രയോഗം നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണാൻ കഴിയും. പുരോഹിതരും വിശ്വസിച്ചു, അതായത് യഹൂദ പുരോഹിതരായി പൗരോഹിത്യത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നവര് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ പറയുന്നതാണ്, പുരോഹിതരും വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ ഒരു വലിയ ഗണം, ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ പോലും ഒക്കെയുള്ള ഒരു ഗണമാണ് ക്രൈസ്തവ സഭ, ആദിമസഭ. എല്ലാവരും യഹൂദരാണ്. യേശുക്രിസ്തു യഹൂദനായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാർ യഹൂദരായിരുന്നു. അങ്ങനെ ഒരു യഹൂദ ക്രൈസ്തവ സഭയാണ് ആദിമസഭ. അപ്പോ നമ്മൾ അതാണ് നമ്മൾ. യഹൂദര് മറ്റുള്ളവരെ കണ്ടിരുന്നത്, അവർ വിജാതീയർ, അവര് ദൈവത്തിന്റെ ഉടമ്പടിയിൽ പെടാത്തവരാണ്, അവർക്ക് നിയമമില്ല, അവരുടെ ലൈഫ് പോക്കാണ്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകള് നമ്മൾ, അവർ ഇങ്ങനെ രണ്ടായി നിൽക്കുകയാണ്. ഈ രണ്ടായി നിൽക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, സഭയെ ഒരു വലിയ നമ്മളാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വലിയ നമ്മൾ,
വേറൊരു രീതിയിൽ പറഞ്ഞാൽ ത്രിയേക ദൈവത്തിന്റെ നിലവാരത്തിലേക്ക്, ത്രിയേക ദൈവത്തിന്റെ ശൈലികളിലേക്ക് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കമ്മ്യൂണിയൻ, കൂട്ടായ്മ, ഒരുമ, ഹൃദയൈക്യം, ഈ കമ്മ്യൂണിയനിലേക്ക് എല്ലാവരെയും നയിക്കുന്ന പരിശുദ്ധാത്മാവ്. അവിടെ ഞങ്ങളും അവരും എന്നുള്ള വേർപാട് അല്ലെങ്കിൽ ആ ഒരു തിരിവ് ഇതൊക്കെ മാറ്റി വലിയ യൂണിവേഴ്സാലിറ്റി, സഭയ്ക്ക് വലിയ തുറവി നൽകിയത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പത്രോസിനെ കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് നയിക്കുകയാണ്. അവിടെ കൊർന്നേലിയസിന്റെ വീട്ടിൽ ചെന്നപ്പോ അവരൊക്കെ റെഡി ആയിട്ടിരിക്കുക. കാരണം പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കിയിരിക്കുക. അപ്പോ ഈ അവർക്കും ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തനവും ദൈവത്തിന്റെ വളരെ കൃത്യമായ നായകത്വവും അവിടെ ഉണ്ടെന്ന് ഓർക്കണം. അവര് ക്രിസ്ത്യാനികളാകുന്നതിന് മുൻപേ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവരൊരുക്കുകയാണ്. കൊർന്നേലിയൂസിന് അവിടെ ദർശനം ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവ് പണിയെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ക്രൈസ്തവരല്ലാത്തിടയിൽ പണിയെടുക്കുന്നു. അങ്ങനെ കൊർന്നേലിയൂസിന്റെ കുടുംബത്തിലേക്കാണ് പത്രോസ് കടന്നത്. പത്രോസ് കടന്നു ചെന്നിട്ട് ഈശോയെ കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. ഈശോയാണ് സുവിശേഷം. ഈശോയിൽ നടന്ന കാര്യങ്ങളൊക്കെ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ പ്രബോധനം, ഈശോയുടെ പീഡാസഹന മരണോത്ഥാനങ്ങൾ എല്ലാം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോ അവരോട്, ആ കുടുംബത്തോട് ഈശോയെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോ പത്രോസ് കാണുകയാണ് പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിലെ എല്ലാവരുടെ മേൽ വന്ന് നിറയുന്നു. പത്രോസ് അത്ഭുതപ്പെട്ടു പോയി. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവർക്ക് ഇതുപോലൊരു കയ്യൊപ്പ് കിട്ടുമോ. ഞങ്ങളാണ് ദൈവത്തിന്റെ ജനമെന്നല്ലേ ഇതുവരെ കരുതിയിരുന്നത്. അവർക്ക് ഒരു കയ്യൊപ്പ്, ദൈവത്തിന്റെ കയ്യൊപ്പ് ആത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ മേൽ വന്നതുപോലെ, പെന്തക്കോസ്താ ദിനത്തിൽ ഞങ്ങളുടെ മേൽ വന്നിറങ്ങിയതുപോലെ തന്നെ ഇതാ വിജാതീയരുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരുടെയും മേൽ വന്നിറങ്ങും. ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം ചെയ്യുന്ന അനുഭവം. പത്രോസ് ഞെട്ടിപ്പോയി, ഇങ്ങനെയും സാധിക്കുമോ എന്നായി. മാമോദിസ സ്വീകരിക്കുന്നതിനും മുൻപാണെന്ന് ഓർക്കണം. ജലത്താലുള്ള സ്നാനത്തിന് മുൻപ് ആത്മാവിനാൽ സ്നാനപ്പെട്ടു കൊർന്നേലിയൂസും കുടുംബവും. സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഫാമിലിയൈസേഷൻ എന്ന് വേണം ഞാൻ വിളിച്ചോട്ടെ. കുടുംബ രൂപീകരണം, ഞാൻ അതിനെ കാത്തലിസൈസേഷൻ എന്ന് വിളിച്ചോട്ടെ, ഞാൻ അതിനെ യൂണിവേഴ്സലൈസേഷൻ എന്ന് വിളിച്ചോട്ടെ. ഞങ്ങളും നിങ്ങളും എന്ന രീതിയിൽ വേർപെട്ടു നിന്നിരുന്നവരെ ഒന്നാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ്. ശരിയാണ്, ഈശോയുടെ തിരുരക്തം വഴി കുരിശിൽ അവിടുന്ന് ഒന്നാക്കി അല്ലേ? നമ്മൾ ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൽ കൃത്യമായിട്ട് അത് വായിക്കുന്നുണ്ട്. ശത്രുത അകറ്റിയിട്ട് അവരെ ഇരുകൂട്ടരെയും കണ്ടോ, അതായത് യഹൂദരെയും വിജാതീയരെയും ഇരുകൂട്ടരെയും കുരിശിൽ തന്റെ ശരീരത്തിൽ രക്തത്തിലൂടെ, തന്റെ ശരീരത്തിലൂടെ അവിടുന്ന് ഒന്നാക്കി മാറ്റി. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഫലപ്രദമായി സംഭവിക്കുന്നത്, ഔദ്യോഗികമായി നടപ്പിലാകുന്നത് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ്. ഞാനിത് ആദ്യമേ പറഞ്ഞത് എന്തിനാണ്? സഭാ കുടുംബത്തെ ഞങ്ങളും അവരും എന്നൊക്കെ കരുതപ്പെട്ടിരുന്ന ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു മത പശ്ചാത്തലത്തിൽ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, ഒരു വ്യത്യാസവുമില്ല എന്ന്, യഹൂദനെന്നോ വിജാതീയനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞെന്നോ വലിയവരെന്നോ
ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ ഒന്നാമതായി ചൂണ്ടിക്കാണിക്കുന്നത് തിരുസഭാ കുടുംബം കൂട്ടായ്മയിൽ ബലപ്പെടാൻ എല്ലാ വഴിയും ഒരുക്കുന്ന പരിശുദ്ധാത്മാവ്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിക്കുക. കൂട്ടായ്മയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ബന്ധവും ഞാനും നീയും എന്ന, ഞങ്ങളും അവരും എന്ന, ഞങ്ങളും നിങ്ങളും എന്നൊക്കെയുള്ള വലിയ കടമ്പകളുണ്ടല്ലോ, ആ വലിയ ഗ്യാപ്പുകളുണ്ടല്ലോ, അതിനെയൊക്കെ അതിജീവിക്കാൻ കുടുംബത്തെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് കുടുംബത്തിന്റെ ആത്മാവാണ്, കൂട്ടായ്മയുടെ ആത്മാവാണ്. കുടുംബം എന്ന വാക്കിൽ തന്നെ കൂടുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെന്നാണല്ലോ പറയും. കൂട്ടിച്ചേരുക, ഒന്നായി തീരുക. ഒന്നാലോചിച്ച് നോക്കിയേ, ഭാര്യയും ഭർത്താവും അവരിനി രണ്ടല്ല ഒന്നാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ എങ്ങനെ ഒന്നാകാനാകും? ഈ വേർതിരിവുകള്, വ്യത്യാസങ്ങള്, മാറി നിൽക്കലുകള്, മുറിച്ചു മാറ്റലുകള്, വേർപെട്ടു നിൽക്കലുകള് ഒക്കെ അവസാനിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണേ. സ്നേഹം. പരിശുദ്ധാത്മാവ് സ്നേഹ സിമന്റാണ്. പരിശുദ്ധാത്മാവ് സ്നേഹ സിമന്റാണ്. അപ്പൊ പിന്നെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം എത്രയോ ഡിറക്റ്റാണ്, എത്ര ഡിറക്റ്റാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ കുടുംബമില്ല, ഇല്ല, ഇല്ല. സ്നേഹ സിമന്റാണ് പരിശുദ്ധാത്മാവ്. ദിനം മുഴുവൻ നമ്മുടെ മനസ്സിൽ, ആത്മാവേ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ ശൈലികളെ ഒന്നിപ്പിക്കണമേ. പെന്തക്കോസ്താവ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചു കൊണ്ടിരുന്ന, വ്യത്യസ്തത. അങ്ങനെ വ്യത്യസ്തതകളില് ആയിരുന്ന മനുഷ്യരെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും അവിടെ കേൾക്കുന്നു. കൃത്യം നിങ്ങളുടെ ഭാഷയിൽ കൃത്യമായിട്ട് കേൾക്കുന്നേ, ഒരേ കാര്യം മനസ്സിലാവുന്നേ, ഒരേ കാര്യം. ഇപ്പൊ കുടുംബത്തിൽ നോക്കുമ്പോ അപ്പൻ പറയണ എന്താണെന്ന് അമ്മക്ക് മനസ്സിലാവണില്ല, അമ്മ പറയണത് മക്കൾക്ക് മനസ്സിലാവണില്ല. എല്ലാവരും ഇങ്ങനെ ഒന്നും പിടികിട്ടാതെ നിൽക്കുന്നൊരവസ്ഥ. ദൈവത്തിന്റെ ആത്മാവ് ഒന്നിപ്പിക്കുന്ന ആത്മാവ്, ഐക്യപ്പെടുത്തുന്ന ആത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒന്നാമതായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹ സിമന്റാണ് പരിശുദ്ധാത്മാ. വിവാഹം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒന്നിപ്പിച്ചതാണ്. വിവാഹ കൂദാശ ആത്മാവിന്റെ പണിയാണത്. ശരിയാണ്, നിങ്ങൾ തീരുമാനിച്ചു ഒന്നിച്ചു വരാൻ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഓക്കെയാണെന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ കാര്യമായ അറിവിലൂടെയോ ഒത്തിരി നാളത്തെ പരിചയത്തിലൂടെയോ, അതുമല്ല അറേഞ്ച്ഡ് മാരേജ്, വലിയ പരിചയമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ വന്നു കിട്ടിയതാണ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞു, എങ്ങനെയോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പണിയെടുക്കുന്ന പരിശുദ്ധാത്മാവാണ്, കൂട്ടി യോജിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ കൂടുതൽ 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 കൂട്ടായ്മയിൽ വളരുക. ഒരു ദബക് എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. മാതാപിതാക്കളെ വിട്ട്, അല്ലെ അങ്ങനെയില്ലേ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ദബക്.
ഹീബ്രു പദമാണ്. ചേരും. ഈ ചേരുക എന്ന് പറയുന്നത് ആത്മാവിന്റെ പണിയാണ്. വിളക്കി ചേർക്കുന്ന പരിശുദ്ധാത്മാവ്, വിളക്കി ചേർക്കുന്ന പരിശുദ്ധാത്മാവ്. അത് ദമ്പതികൾ തമ്മിൽ മാത്രമല്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ നന്നായി വിളങ്ങിച്ചേരേണ്ട ആവശ്യമുണ്ട്. വിളക്കി ചേർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ. രണ്ട്, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈശോ കർത്താവ് എന്ന് പറയാൻ നമുക്കാവില്ല എന്നാ തിരുവചനം പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവ് എന്ന് വിളിക്കാനാവില്ല. അപ്പോഴ് നോക്കൂ, നമ്മുടെ കുടുംബത്തിലെ വിശ്വാസം, ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം, ഈശോയിലൂടെ നമ്മുടെ ആഴമായ ആശ്രയം, അതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. വിശ്വാസ ബോധ്യത്തിന് ആത്മാവിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാൻ. മൂന്ന്, ധാർമ്മികതയിൽ ആഴപ്പെടാൻ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണല്ലോ അടിസ്ഥാനപരമായി ധാർമ്മികതയുടെ എല്ലാ വശങ്ങളും പേറുന്ന ഒന്ന്. ഗലാത്യർ 5:22 നമ്മൾ വായിക്കുന്നു, ആദ്യം തന്നെ സ്നേഹം. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാക്കുന്ന കുടുംബം സ്നേഹത്തിൽ ജീവിക്കുന്നു, ക്ഷമയിൽ ജീവിക്കുന്നു. അല്ലെ? കുടുംബത്തില് ക്ഷമ നമുക്കറിയാമല്ലോ, എന്തുമാത്രം ആവശ്യമുണ്ട് ക്ഷമ. പരിശുദ്ധാത്മാവിന്റെ ഫലമാന്നേ. അപ്പോ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ക്ഷമയുള്ള കുടുംബങ്ങളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ. ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. നോക്കി, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് കുടുംബത്തെ നല്ല ഫങ്ഷണലായിട്ടുള്ള, നല്ല സൂപ്പറായിട്ട്, നല്ല എണ്ണയിട്ട പോലെ പ്രവർത്തിക്കുന്ന, വളരെ ഹൃദ്യതയുള്ള, തുറവിയുള്ള, ജീവിക്കാൻ, അവിടെ ആയിരിക്കാൻ എല്ലാവർക്കും സന്തോഷമുള്ള കുടുംബമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. 4, കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമ 8:26 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ ആത്മാവ് നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ വരുമ്പോ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് എന്താ? കുടുംബ പ്രാർത്ഥന എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് കുടുംബത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് കുടുംബ പ്രാർത്ഥന. അത് കൊള്ളാലോ. അപ്പൊ കുടുംബ പ്രാർത്ഥന എന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കാൻ ആത്മാവിന് അവസരം കൊടുക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് കുടുംബ പ്രാർത്ഥന. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ അവിടെ ഇരിക്കുക. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആർക്കറിയാം? നമുക്കറിയാവും. നമ്മൾ അവിടെ ഇരിക്കുക, നമ്മൾ സമയം കൊടുക്കുക, നമ്മൾ അവിടെ ഇരുന്ന്, നമ്മൾ ഒന്നിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ചൈതന്യമേ, അങ്ങ് ഞങ്ങളിൽ അങ്ങയുടെ മാധ്യസ്ഥ്യത്തിലൂടെ പ്രാർത്ഥന സംഭവിപ്പിച്ചാലും. അപ്പൊ പ്രാർത്ഥനയെ ആ രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയട്ടെ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ റോള് നമുക്ക് പറയാൻ കഴിയും. ഞാനിപ്പോ 3-4 കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ 3-4 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ, വിശുദ്ധിയിൽ ഓരോ ദിവസവും ആഴപ്പെടുന്ന കുടുംബമായി വളരട്ടെ, മുന്നോട്ട് പോകട്ടെ.